സാബു ജേക്കബിൻ്റെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അത്തരം യൂണിറ്റുകൾ ഇനി കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ആളൊഴിഞ്ഞ പ്രദേശം എന്നുള്ള രീതിയിൽ ആന്ധ്രയും തെലുങ്കാനയൊക്കെ അദ്ദേഹം ചൂസ് ചെയ്തായിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയും ഒരു കാരണം കണ്ടുപിടിച്ചു എന്നതിലപ്പുറം വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ സാഹചര്യങ്ങളില്ല, ഇനി വ്യവസായം തുടങ്ങൂലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടി ഉടമസ്ഥയിലുള്ള അന്ന ഗ്രൂപ്പ്, അതായത് കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ സഹോദര സ്ഥാപനമായ അന്ന ഗ്രൂപ്പ് കിഴക്കമ്പലത്ത് ഊരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ വ്യവസായം തുടങ്ങാൻ ലൈസൻസിന് അപേക്ഷിച്ച് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയും പുറം വാതിലിലൂടെ കേരളത്തിലെ എല്ലാ സാഹചര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ സാഹചര്യത്തിൽ നമ്മൾ ഗൗനിക്കേണ്ടതായിട്ടില്ല. പിന്നെ കേരളത്തിലെ വ്യവസായ മന്ത്രിയെ സംബന്ധിച്ച് ഈ സാബു എം ജേക്കബ് ആരാണ് കേരളത്തിലെ വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ ഇത്തരതരത്തിൽ വിമർശിക്കാൻ? ഇത്രയും നാൾ കേരളത്തിൽ താമസിക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും ആനുകൂല്യങ്ങൾ പറ്റി തന്നെയാണ് അദ്ദേഹം വ്യവസായം ഇവിടെ നടത്തിയതും. അപ്പോൾ നിങ്ങൾ അദ്ദേഹം മിനിസ്റ്റർ പറയുന്നത് സമാധാനം വേണമെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തണമെന്നാണ്. അപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നാണ് സാബു ജേക്കബ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരെ മണിയടിച്ചുള്ള ഒരു സമാധാനം എനിക്ക് വേണ്ട. നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നത് ശരിയല്ല, എന്നാലും പറഞ്ഞു പറ്റുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എല്ലാ മാങ്ങ സീസണാകുമ്പോൾ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഒരു മാങ്ങ ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് സമാധാനം കിട്ടാൻ വേണ്ടിയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഇങ്ങനെ പുറം വാതിലൂടെ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് മാങ്ങയും കൊടുത്തും ആപ്പിളൊക്കെ കൊടുത്തും പൈനാപ്പിളൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയവർ നേരെ വന്ന് പറയും ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കിട്ടിയതെന്ന് പറയേണ്ടി വരും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്നാണോ, അങ്ങനെയാണോ അതിനെ കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റീസൺ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നു. കാരണം കിഴക്കമ്പലത്ത് ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റായിട്ട് ഇവിടെ തുടങ്ങുകയും അത് തെറ്റില്ലെന്ന് ഞാൻ പറയണം. കാരണം ഈ കേരളം പോലുള്ളൊരു ചെറിയ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കിഴക്കമ്പലം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് ചെറിയ ഗ്രാമപഞ്ചായത്തിൽ അത്തരം വലിയ യൂണിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. അത്തരത്തിലുള്ള പ്രതിഷേധം മറികടക്കാനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ ഉണ്ടാക്കിയത്. അത് പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്വപ്നം തോന്നി കേരളം ഭരിക്കും എന്നൊക്കെ തോന്നിയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരം ആഗ്രഹങ്ങളായിട്ട് വന്നു. പക്ഷെ ജനം അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. അന്നു മുതൽ കേരളം മോശമാണെന്ന് മറ്റ് എല്ലാ വേദികളിലും പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 60 വർഷമായിട്ട് കേരളത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ സാബു ജേക്കബ് പോയാലും ഞാൻ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയെ ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സാബു ജേക്കബാണ് കേരളത്തിലെ വ്യവസായം വളർത്താൻ ഒരു കാരണം, ഇൻഡയറക്റ്റ്ലി. കാരണം അദ്ദേഹം ഇങ്ങനെ കേരളത്തിനെ മോശപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ഈ LDF സർക്കാരും ഈ സർക്കാരും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ഏതെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രയത്നം നടത്തുകയും ഇന്ന് കേരളത്തിൽ 1.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞു. സാബു ജേക്കബിനും ഒരു അപേക്ഷ ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഹെലികോപ്റ്റർ അയക്കാനും മറ്റേ പ്രൈവറ്റ് ജെറ്റ് അയക്കാനൊന്നും നമ്മുടെ ഗവൺമെൻറ്